സാർ, ഈ സ്വത്വ പ്രതിസന്ധി നേരിടുകയായിരുന്ന ഇന്ത്യൻ ദേശീയതയ്ക്ക് കൃത്യമായി മാർഗദർശനം നൽകിയത് RSS ആണ്. പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ വിജയദശമിക്ക് RSSന് 100 വയസ്സ് തികയുകയാണ്. ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന ആഘോഷങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുകയായിരുന്നു മൻ കി ബാത്തിൽ. എന്തൊക്കെയാണ് സാർ അദ്ദേഹം മൻ കി ബാത്തിലൂടെ RSSനെ കുറിച്ച് പങ്കുവച്ച വിവരങ്ങൾ? ഇത്തവണത്തെ വിജയദശമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് RSSൻ്റെ 100ാം വാർഷികത്തിൻ്റെ തുടക്കം കൂടിയായിട്ടാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രസ്ഥാനത്തിൻ്റെ 100 വയസ്സ്. അതെ, അവരെല്ലാം സ്വയം സേവകരാണ് അല്ലേ? ഇതൊന്നും എനിക്കുള്ളതല്ല, എല്ലാം രാഷ്ട്രത്തിനുള്ളതാണ്, ഇതൊന്നും എൻ്റേതല്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഈ ആത്മീയതയിലൊരു പ്രചാരം. ഇതൊന്നും എൻ്റേതല്ല. അത് തന്നെയാണ് മോദി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മൻ കി ബാത്തിലെ. ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം രാഷ്ട്രത്തിന്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, മറ്റേ ശ്രീകുമാരൻ തമ്പിയുടെ ഒരു പാട്ടാണ്, സ്വന്തമെന്ന പദത്തിനെന്താ അല്ലേ? അത് ആരും ഒന്നും സ്വന്തമല്ല എന്നുള്ള രീതിയിൽ. അതങ്ങനെ ആയിരിക്കാം. പക്ഷെ ഇവിടെ എല്ലാം രാഷ്ട്രത്തിന് വേണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മൻ കി ബാത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. മൻ കി ബാത്തിൻ്റെ 126ാം പതിപ്പാണ് കേട്ടോ. 126 മാസം ആയിട്ട് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയാണ്. പ്രതിമാസ റേഡിയോ പരിപാടിയാണ്. റേഡിയോയിലാണെങ്കിൽ ഇത് ടെലിവിഷനിലൂടെയും അതിൻ്റെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശബ്ദരേഖ കൊടുക്കും. അത് ആദ്യം ഹിന്ദിയിലും, പിന്നീട് അതായത് രാവിലെ 11 മണിക്ക് ഹിന്ദിയിലും 11:30 അതാത് സംസ്ഥാനങ്ങളിൽ അവരവരുടെ പ്രാദേശിക ഭാഷകളിലുമായിട്ട് പോകും. നമുക്ക് മലയാളത്തിലും റേഡിയോയിലും ടെലിവിഷനിലും കൂടി അത് കേൾക്കാനായിട്ട് കഴിയും. ഇതിനകത്ത് പ്രത്യേകത എന്താണ് മൻ കി ബാത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള ഒരു ഊർജം തരലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പ്രേരണാദായകമായ അത്തരത്തിലുള്ള സ്പീച്ചാണ് മോദി നടത്തിയിട്ടുള്ളത്. എല്ലാം ഈ 126 ഇതുവരെയുള്ള 100 പുസ്തക രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. സൈറ്റിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്, ആ പ്രസംഗം കിടക്കുകയാണ്. അത് മലയാളത്തിലുമുണ്ട്, ഹിന്ദിയിലുമുണ്ട്, മറ്റെല്ലാ ഭാഷകളിലും അത് കിടപ്പുണ്ട്. പിന്നെ ഓരോ സംസ്ഥാനത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്, ഏതെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള കാര്യങ്ങൾ. അപ്പം ഇത്തവണ മൊത്തത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് RSSൻ്റെ 1 നൂറ്റാണ്ട് യാത്രയാണ്. ഇതേ കാലത്തുണ്ടായ മറ്റ് പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടാകാം. എനിക്കെപ്പോഴും അത് ഓർമ്മ വരുന്നത് CPIയുടെ കാര്യമാണ്. CPIയും 100 വർഷം തികയുകയാണ്. CPI എങ്ങോട്ട് പോയി? കുഴിവെട്ടി മൂടുകയാണ് അല്ലേ? പൊടി പോലും ഇല്ല കണ്ടുപിടിക്കുക. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്കെന്നൊക്കെയാണ് കവി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ CPIയും ഇനിയൊന്നും ശക്തിയിലേക്ക് കുതിക്കാനൊന്നും ഇല്ല. അത് തീർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ചാർജ് മുഴുവനും പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയുള്ള ഇടത്താണ് RSS ഒരുപാട് പ്രതിസന്ധിയൊക്കെ അതിജീവിച്ച് വന്നിട്ടുള്ളതാണല്ലോ. പ്രശാന്തിന് അറിയാവുന്ന കാര്യമാണ്. അത് 2 തവണ നിരോധിക്കപ്പെട്ടു. 2 ശരിക്കും പറഞ്ഞാൽ 3 തവണ നിരോധിക്കപ്പെട്ടു. ഒന്ന് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം, അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത്, അതിനുശേഷം 1992 തർക്കമന്ദിരം അതുമായി ബന്ധപ്പെട്ട് അത് പൊളിച്ചു എന്ന് പറഞ്ഞിട്ട് അന്ന് RSSനെയും VHPയെയും ഒക്കെ നിരോധിച്ചു. പിന്നെ ഈ സംഘത്തിനെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആൾക്കാർ. ഇതെന്തോ ഹിന്ദു വർഗീയവാദികളുടെ ഒരിടമാണ്. ഇവർ കേരളത്തിലെ ആരാധനാലയങ്ങൾ, ഹൈന്ദവ ആരാധനാലയങ്ങൾ മുഴുവൻ കൈയടക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇവരെ ചിത്രീകരിക്കാനായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ളവർ ഇതിന് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവർ കാരണം ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നു. ഭാരതാംബയുടെ ചിത്രമാണല്ലോ ഇവർക്ക് വലിയ അസഹിഷ്ണുത. അതല്ലാതെ പിന്നെ ഏതാ വയ്ക്കുക? അതെ, പമ്പയിൽ പോയി അയ്യപ്പ വിഗ്രഹം ഏറ്റുവാങ്ങിയ പിണറായി വിജയൻ ഭാരതാംബയുടെ ചിത്രം കാണുമ്പോൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത എന്നുള്ളതാണ് നമ്മൾ ആലോചിച്ചു പോകുന്നത്. അതുപോലെ തന്നെ സാർ, ഈ അമ്പലങ്ങളുടെ കാര്യം പറയുന്നില്ലേ,
ഈ ക്ഷേത്രങ്ങളൊക്കെ ഒരു കാലത്ത് അന്തിത്തിരി കത്തിക്കാൻ പോലും നിവൃത്തിയില്ലാതെ തകർന്ന് തരിപ്പണമായി, ചോർന്നൊലിച്ച് വിഗ്രഹമൊക്കെ തകർന്ന്, എന്താ പറയണ്ടേ, അവിടെ പൂജയ്ക്ക് വരുന്ന ശാന്തിക്കാരന് പോലും ഒരു ഗതിയില്ലാത്ത അവസ്ഥയിൽ പടച്ചോറ് പോലും ഇല്ല, പടച്ചോറ് പോലും ഇല്ലാതെ കിടന്നിരുന്നതാണ്. അവിടെ നിന്ന് പ്രത്യേകിച്ച് 1960-കളിലെ ആ നിരീശ്വരവാദമൊക്കെ നമുക്കറിയാം. കേരളത്തിൽ ഈ വിഗ്രഹത്തിലേക്ക് തുപ്പുന്ന ഒരു സംസ്കാരം കേരളത്തിൽ കൊണ്ടുവന്നതാണ്. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് തകർന്നു കിടന്ന ക്ഷേത്രങ്ങളെ പുനരുദ്ധരിച്ച് അതിനെ വീണ്ടും ഒരു ഭക്തരുടെ ആശ്രയ സങ്കേതമാക്കി മാറ്റിയത് സത്യത്തിൽ RSSന്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അത് നമുക്ക് നിഷേധിക്കാനാകില്ല. ഇത് നരേന്ദ്രമോദി ഇന്നലത്തെ ആ മൻ കി ബാത്തിൽ തന്നെ പറയുന്നത്, എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിൽ പോലും പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നിടത്തും ഒക്കെ ആദ്യം ഈ സേവകര് ഓടിയെത്തുന്നു എന്നുള്ളതാണ്. അവരാണ് അവിടുത്തെ ഒരു ആംബുലൻസ് ആയിട്ട് അവിടെ ചെല്ലുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള മനുഷ്യ സേവയാണ് ഇവർ നടത്തുന്നത്. ആ മാനുഷികതയാണ് ഇവർ ലോകം മുഴുവൻ കാണിച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ധർമ്മം എന്നുള്ള രീതിയിലുമാണ് നരേന്ദ്രമോദി പറയുന്നത്. ഈ BJP സർക്കാരിന്, അതായത് 3-ാം വട്ടം നരേന്ദ്രമോദി അധികാരത്തിൽ ഇരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP സർക്കാരിൻ്റെ ഒരു ബ്രെയിനാണ് RSS എന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല, ശരിയായ കാര്യമല്ലേ അത്? അല്ല, RSSന്റെ ഒരു കേഡർ സ്വഭാവവും ഈ RSSന് കീഴിൽ വരുന്ന സംഘപരിവാർ, സംഘ കുടുംബം, അതിന്റെ രാഷ്ട്രീയ മുഖമാണ് BJP. അവർക്ക് അതുപോലെ ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടൊരു സംഘടനയുണ്ട് BMS, അതെ, ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു സംഘടനയുണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത്. ഇങ്ങനെ ഒട്ടനവധി സംഘടനകൾ, കുട്ടികൾക്ക് വേണ്ടി ബാലഗോകുലം, മഹിളകൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ABVP, ഇങ്ങനെ അസംഖ്യം സംഘടനകളുണ്ട്. അപ്പോൾ അത് ശരിക്കും ഈ BJPയുടെ ഒരു പിൻബലം, അവരുടെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് RSS തന്നെയാണ്. അതിനെ നിഷേധിക്കാൻ പറ്റില്ല. മാത്രമല്ല, നരേന്ദ്രമോദി തന്നെ സ്വയം ഒരു കാലത്ത് RSS പ്രചാരകനായിരുന്നു. ഈ BJPയിൽ വന്നിരിക്കുന്ന എല്ലാവരും RSSലൂടെ തന്നെ ആകണമെന്നില്ല. ഇല്ല, അങ്ങനെയില്ല. അല്ലാതുള്ളവർക്ക് അത് RSSന്റെ സംഘടനാ സെക്രട്ടറിമാരെ, ക്ഷമിക്കണം, BJPയുടെ സംഘടനാ സെക്രട്ടറിമാരെ RSSൽ കൂടെ തന്നെ വന്നവരായിരിക്കും. അത് RSSന്റെ ഒരു പ്രചാരകനെ ആയിരിക്കും സംഘടനാ സെക്രട്ടറി. ഇപ്പൊ നമുക്ക് കേരളത്തിലുള്ള BJP നേതാക്കന്മാരെ നോക്കിയാൽ അങ്ങനെ RSS പാരമ്പര്യം ഉള്ളതെന്ന് പറയുന്നത് ഇപ്പൊ കുമ്മനം RSS പാരമ്പര്യത്തിലാണ്. അതെ. പിന്നെ അതുപോലെ നമുക്ക് ഇന്നുള്ള ഏതാണ്ട് എല്ലാവരും, വി മുരളീധരൻ, എന്തിന് നമ്മുടെ ജോർജ് കുര്യൻ പോലും, പഠിക്കുന്ന കാലത്തെ അദ്ദേഹം RSS, അന്ന് കേരളത്തിൽ RSS എന്ന് കേട്ടാൽ നടുങ്ങി പോവുകയോ ഒക്കെ ചെയ്തിരുന്നെന്ന് പറയുന്നു. അതെ, ആൾക്കാര് അന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന അവസരത്തിൽ ചിലപ്പോ ഒന്ന് തല്ല് കിട്ടുമായിരുന്നു ശാഖയിൽ പോയെന്ന് പറഞ്ഞു. അതെ, ഈ SFIക്കാരും ഒക്കെ അന്ന് SFIയും AVPയും കൂടെ ആയിരുന്നു വലിയ സംഘർഷം. അപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അത് വളരെ രൂക്ഷമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നുള്ള ഇനി ഞാൻ വേറൊരു സംശയം ചോദിച്ചു നോക്കട്ടെ. ഈ RSS ആയിട്ടുള്ളവര് BJPക്കാര് നിൽക്കുന്നുണ്ട്, അല്ലാതെ BJPയിൽ വന്നവരുമുണ്ട്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ RSS വഴി അല്ലാതെ BJPയിൽ എത്തിയവർക്ക് പ്രാതിനിധ്യ കുറവൊന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവർക്ക് സംഘടനാ സെക്രട്ടറി ആകാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഓർഗനൈസിംഗ് സെക്രട്ടറി ആകാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജനറൽ സെക്രട്ടറി ആകാം, പ്രസിഡന്റ് ആകാം, മറ്റേത് പോസ്റ്റിലേക്കും പോകാം. BJPയുടെ സംഘടനാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി RSS കൊടുത്തിരിക്കുന്നയാളാണ് ഈ RSS പ്രചാരകനായ ആള്. അതിപ്പോ നമുക്കറിയാം, ദേശീയ തലത്തിൽ BL സന്തോഷ് എന്ന് പറയുന്ന ആള് BJPയുടെ നാഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്, ഓൾ ഇന്ത്യ. അദ്ദേഹം RSSന്റെ പ്രചാരകനാണ്. ഒരു കാലത്ത് നരേന്ദ്രമോദി 3-4 സ്റ്റേറ്റുകളുടെ ചുമതലയുള്ള ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു. ഡൽഹി, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ അദ്ദേഹം RSSന്റെ പ്രചാരകനായിരുന്നു. അപ്പോൾ പ്രചാരകനായിരിക്കുന്ന ആളിനെ മാത്രമേ ആ ഒരു പോസ്റ്റിലേക്ക് അവർ നിയോഗിക്കുകയുള്ളൂ. ബാക്കി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ പ്രസിഡന്റ്, ഇവരൊക്കെ ആർക്ക് വേണമെങ്കിലും കടന്നു വരാം. അപ്പൊ ഈ രാജ്യത്ത് BJPയുടെ ഭരണവും നിൽക്കുന്നു തുടർച്ചയായിട്ട്. RSSന്റെ 100-ാം വർഷമാകുമ്പോൾ വലിയ ശക്തി, അതെ, തീർച്ചയായിട്ടും RSS ഇങ്ങനെ രാജ്യം മുഴുവനും പടർന്നു പന്തലിക്കുന്നു. അപ്പോൾ ഈ BJPയുടെ ഭരണവും അതിനനുസരിച്ച് ശക്തിപ്പെടുകയും. അപ്പം ഈ ഭരണത്തെ തിരുത്താനും
RSSന് അധികാരം. തീർച്ചയായിട്ടും അവര് BJPയുടെ ഏതെങ്കിലും കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിൽ അവരത് തുറന്നു പറയും. അത് BJPയുമായിട്ടുള്ള ഇതിനൊക്കെ സംഘടനാപരമായിട്ട് ചില സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾക്കുള്ളിൽ നിന്ന് അവരത് ചർച്ച ചെയ്ത് BJPക്ക് RSSനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചാൽ, അത് വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ അത് മുന്നോട്ട് പോകും. ഒരു ഉദാഹരണം ഞാൻ പറയാം സാർ. നമ്മുടെ ഈ തമിഴ്നാട്ടിൻ്റെ അടുത്ത് നമ്മൾക്കൊരു ആണവ നിലയമുണ്ടല്ലോ, വിദ്യുത് ശക്തി. നമ്മുടെ അതിന്റെ പേര് ഇവിടെ തിരുവനന്തപുരത്തിന് വളരെ അടുത്താണ്. അപ്പൊ അവിടെ വലിയ പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭം എന്ന് വെച്ചാൽ ഇത് വലിയ അപകടമാണ്. ശരിയാണ്, ആണവ ചോർച്ച ഉണ്ടായാൽ അത് അപകടമാണ്, നമുക്ക് തിരുവനന്തപുരത്തിനും ഒക്കെ ദോഷം ചെയ്യും, ഒക്കെ ശരിയാണ്. പക്ഷെ അന്നത് RSSന്റെ ബൈഠക്കിൽ, അഖിലേന്ത്യാ ബൈഠക്കിൽ ചർച്ചയ്ക്ക് വന്നു. അപ്പോൾ അത് ഈ BMSലും അതുപോലെ തന്നെ സ്വദേശി ജാഗരൺ മഞ്ച് എന്ന് പറയുന്ന ഒരു പരിവാർ സംഘടനയുണ്ട്, RSSന്റെ തന്നെ ഒരു സംഘടനയുണ്ട്. അവരൊക്കെ ഇത് ചൂണ്ടിക്കാണിച്ചു, അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അന്ന് RSSന്റെ അഖില ഭാരതീയ കാര്യകാരി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം എത്തിയത്, നമ്മുടെ രാജ്യം നികുതി പണത്തിൽ നിന്ന് ഏതാണ്ട് 30,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഈ പദ്ധതിക്ക് വേണ്ടി. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ജനങ്ങളുടെ പണമാണത്. പിന്നെ ഇനി അതിനെ നമ്മൾ എതിർക്കുന്നത് ശരിയല്ല. അതിൽ നിന്ന് പരമാവധി ലാഭം നേടിയെടുക്കുക, രാജ്യത്തിന് ഗുണമുണ്ടാക്കുക, പക്ഷേ സുരക്ഷയിലൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അതുകൊണ്ട് അതിൽ കനത്ത സുരക്ഷ കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള അപകടവും വരാത്ത വണ്ണം അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തുക. അല്ലാതെ അതിനെതിരെ സമരം ചെയ്ത് അത് പൂട്ടിച്ച് രാജ്യത്തിൻ്റെ 30,000 കോടി രൂപ വെള്ളത്തിൽ ഒഴുക്കി കളയുന്നത് പോലെ ഒഴുക്കിക്കളയുകയല്ല വേണ്ടത്. അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് മൻമോഹൻ സിംഗാണ്. RSS പോലൊരു സംഘടനയ്ക്ക് വേണമെങ്കിൽ അന്ന് വലിയ രീതിയിൽ ഒരു സമര കൊടുങ്കാറ്റ് തന്നെ അഴിച്ചുവിടാം. പക്ഷെ RSS അത് ചെയ്തില്ല. അവർക്ക് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല വിഷയം, നയവും നിലപാടുമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നികുതി പണം ഇത്രയേറെ ചെലവഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിൽ നമ്മൾ ഒരു എന്താ പറയേണ്ട, നഷ്ടം വരുത്താൻ പാടില്ല. നഷ്ടം ഉണ്ടാകുന്നത് രാഷ്ട്രത്തിനാണ്, രാഷ്ട്രത്തിലെ ജനങ്ങൾക്കാണ്. അപ്പൊ ഭരണത്തിനെ നന്നായിട്ട് ഇവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതെ. ആര് ഭരിച്ചാലും, അതിനിപ്പോ BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും മറ്റാരെങ്കിലും ഭരിച്ചാലും ശരി, സർക്കാരിന്റെ ഓരോ ചുവടുവയ്പ്പിനെയും RSS വളരെ സൂക്ഷ്മമായി ജാഗ്രതയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. രാഷ്ട്രത്തിന് അപകടമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ അതപ്പം തന്നെ അവർ അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് തിരുത്താൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.